ഹായ് ഗൈസ്, എല്ലാ പ്രിയപ്പെട്ടവർക്കും പെരുന്നാൾ ആശംസകൾ നേരുന്നു. അപ്രതീക്ഷിതമായിട്ടാണ് ഈ പെരുന്നാൾ വന്നെത്തിയത്. സാധാരണഗതിയിൽ സൗദി അറേബ്യയിൽ പെരുന്നാൾ ആഘോഷിക്കുന്നതിൻ്റെ പിറ്റേ ദിവസമാണ് കേരളത്തിൽ ഉണ്ടാവാറുള്ളത്. ഈ പ്രാവശ്യം നിന്ന് വ്യത്യസ്തമാണ്. നമ്മുടേതും സൗദി അറേബ്യയുടേതും ഏറെക്കുറെ ലോകത്തിൻ്റെ ഒരു 85-90% ഇന്നാണ് പെരുന്നാൾ. ഒമാനിൽ ഇന്നല്ല, മാസം കണ്ടിട്ടില്ല എന്ന് ആ ഭാഗത്തുനിന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒറ്റപ്പെട്ട ചില രാജ്യങ്ങൾ ഒഴിച്ചാൽ ബാക്കി എല്ലാവരും ഏകോപനത്തോടു കൂടി പെരുന്നാൾ ആഘോഷിക്കുന്ന ദിവസമായിട്ടാണ് ഇന്ന് കണക്കാക്കാൻ വേണ്ടി പറ്റുന്നത്. ആഹ്ലാദത്തിൻ്റെയും ആമോദത്തിൻ്റെയും ദിവസമായിട്ടാണ് ഈദുൽ ഫിത്തറിനെ മഹാന്മാരൊക്കെ വിശദീകരിക്കുന്നത്. തീർച്ചയായിട്ടും ആഘോഷത്തിൽ നമ്മൾ പങ്കെടുക്കുന്നു. റംസാൻ്റെ വ്രതം അനുഷ്ഠിച്ചതിന് ശേഷം നിർബന്ധമായ രീതിയിൽ പെരുന്നാൾ ആഘോഷിക്കണമെന്ന് മതപരമായിരിക്കുന്ന നിയമമാണ്. നിയമത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൽ പങ്കാളിയാകുന്നു എന്ന് ചുരുക്കം. എന്നാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമാണ് ഗൾഫ് രാജ്യങ്ങളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇറാനുമായിട്ട് ബന്ധപ്പെട്ട, പാലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട, യമനുമായിട്ട് ബന്ധപ്പെട്ട, ലെബനാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലെല്ലാം നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമാണ്. കാര്യമെന്ന് പറഞ്ഞാൽ അവർക്ക് പെരുന്നാളില്ല, ആഘോഷങ്ങളില്ല. ഒരുപക്ഷെ ഈദ് ദിവസത്തുള്ള നിസ്കാരം പോലും ഉണ്ടാവാൻ സാധ്യത കുറവാണ്. റമദാൻ ദിവസമാണ് ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചത്. സാധാരണഗതിയിൽ അത്തരം മതപരമായിരിക്കുന്ന ഏറ്റവും പ്രധാന ദിവസത്തിൽ ഇത്തരം ദുഷ്ടശക്തികൾ മുസ്ലിം ദേശത്തെ ആക്രമിക്കുക എന്നുള്ളത് സ്വാഭാവികമായിട്ട് ചെയ്യുന്നതാണ്. ഒരു ബലിപെരുന്നാൾ ദിവസമാണ് സദ്ദാം ഹുസൈനെ തൂക്കിലേറ്റിയെന്ന കാര്യം നമുക്കറിയാവുന്നതാണ്. ഇത് സാധാരണഗതിയിൽ അവരുടെ ഭാഗത്തുണ്ടാകുന്ന ഏറ്റവും ക്രൂരമായ പ്രവർത്തനത്തിലൂടെ ലോകം ദർശിച്ചതും ഈ കാര്യം തന്നെയാണ്. അപ്പോൾ അവരുടെ പ്രയാസത്തിലും അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടിലും നമ്മളും കൂടി പങ്കാളികളാണ് എന്നത് ഈ ഒരു ദിവസത്തിൽ നമ്മൾ ഓർക്കേണ്ടതാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ നേരുന്നു.